യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ ടെമ്പിൾ. ഫസ്റ്റ് ഓഫ് ഓൾ മൈ ബേബി ക്രീം. വെയിറ്റ് ചെയ്യേ, ഞാൻ പോയി കണ്ണാടി എടുത്തിട്ട് വരട്ടെ. ഗൈസ്, അങ്ങനെ കണ്ണാടിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നീങ്ങനെ ഗൈസ്. അപ്പം നമ്മൾ കണ്ണാടി ഇവിടെയാണ് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ മാറി ബേബി ക്രീമിൻ്റെ ഗോവൻസ് ബേബി ക്രീമാണ്. നോ ആഡഡ് ബ്രാബൻസ്, നോ ഡൈ. ഇതിൽ ഒരു ഇഷ്യൂസും ഇല്ല. ഇത് ആദ്യം ഇട്ടിട്ട് ഗൈസ് ഒരു കാര്യം പറയാം, ബേബി ക്രീം ഇടുമ്പോൾ നല്ല ഓയിലി സ്കിന്ന് വേണം എന്നുള്ളവർ മാത്രം ഇത് ഇടുക. അതുകൊണ്ട് ഓയിലി സ്കിന്നുള്ളവർ ഇത് അധികം ഇടാതിരിക്കുന്നതാണ് നല്ലത്. നല്ല ഓയിലാണ് ഗൈസ്. ആദ്യം നിങ്ങൾ കുറേ പൗഡർ തേച്ച് കൊടുക്കുമ്പോൾ ഓയിലി സ്കിന്നൊക്കെ പോവും. ആ സമയത്ത് നിങ്ങൾ ഇത്തിരി ഗ്ലോ കിട്ടാൻ വേണ്ടി ഇട്ടേക്കാണ്. അങ്ങനെ ഞാൻ ബേബി ക്രീം ഇട്ട് കുറച്ച് കയ്യിൽ എവിടെയെങ്കിലും എടുത്ത് വയ്ക്കണം. ഞാൻ വയ്ക്കുന്നത് ഇങ്ങനത്തെ ഒരു അടിപൊളി സ്റ്റാൻഡാണ്. ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡ്. ഇതിൻ്റെ കൂടെ ഇങ്ങോട്ടൊക്കെ കണക്ട് അത് നല്ല ക്ലീൻ ആയിട്ട് അതിൻ്റെ പുറത്ത് ഇങ്ങനെ തേച്ച് വെക്കും. ഗൈസ്, ഇനി നമ്മൾ ഇതിടാൻ പോവാണ്. ബി ക്രീം എടുത്തിട്ട് വരട്ടെ. ഗൈസ്, ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബി ക്രീം. ഇതിടട്ടെ ഞാൻ ഈ ഗൈസ്. അപ്പം ഞാൻ ഈ ബി ക്രീമിൻ്റെ കൂടെ കുറച്ച് ബേബി ക്രീമും കൂടി ഇട്ടു. ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാൻ കണ്ടത് ഗൈസ്. എന്നാലും നമുക്ക് ബേബി ക്രീമും കൂടി മിക്സ് ചെയ്തിടാം. ഗൈസ്, രണ്ടാമതായിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ പൗഡറാണ് ഇട്ടത്. ഇപ്പോൾ എനിക്കൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടി ആ ബി ക്രീം ഇട്ട്. അപ്പോൾ ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് വിളക്ക് കത്തിക്കണം. അത് ഞാൻ വേറൊരു വ്ളോഗിലായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഗൈസ് ഇനി നമ്മൾ കുറച്ചും കൂടി ബി ക്രീം ഇത്ര മതി അതെടുക്കണം. ബി ക്രീമല്ല ബേബി ക്രീം എടുക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇത്ര ഇങ്ങനെ ഒരു വെയിറ്റിംഗ് ചെയ്യും. അപ്പോൾ നമ്മൾ എന്നിട്ട് ബി ക്രീം ഇടുമ്പോൾ ഒരു ഗ്ലോ കിട്ടും. അതിനാണേ ഗൈസ്. ലാസ്റ്റ് വൺ ഈസ് ഐലൈനറും കൂടി വരച്ച് ഞങ്ങൾ തലേന്ന് സെറ്റ് ചെയ്തിട്ട് കാണാം. ഗൈസ്, അങ്ങനെ ഫൈനൽ ലുക്കിലാണ്.